ഗൈസ്, ഇത് ഞാനാണ് ധ്യാൻസ് റീൽസ് ആൻഡ് ഗെയിമിങ്സിലെ ആള്. ഇന്ന് ഞാൻ കഴിക്കാൻ പോകുന്നത് ഈ മിഠായാണ്, മൊജോയിയെ. അങ്ങനെയാണ് മിഠായിൻ്റെ പേര്. ഞാൻ കഴിച്ചു നോക്കട്ടെ. കുഴപ്പമില്ല, മിഠായി ഇവിടെ വെച്ചേക്കാം. സോ ഗൈസ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഫ്രാങ്കൻസ്റ്റൈൻ്റെ സ്റ്റിച്ചാണ്. എങ്ങനെയാണ് ഭയങ്കര പാടായിരിക്കും, പക്ഷെ കുറച്ച് ശരിക്കും കുഴപ്പമില്ല. നമുക്ക് ചെയ്ത് നോക്കാം. സോ ഗൈസ്, നമുക്ക് ആദ്യം ഇങ്ങനെ മെട്രോപോളിൻ്റെ ഒരു ബുക്ക് എടുക്കണം. എന്തെങ്കിലും ബുക്ക് ഉണ്ടെങ്കിൽ എടുത്താൽ മതി. പിന്നെ നമുക്ക് ഇതുപോലത്തെ ക്ലേ വേണം. ക്ലേ ഞാൻ ഇങ്ങനെ പരത്തി വെച്ചേക്കുന്നതാണ്. ആദ്യം നമ്മുടെ ഈ ക്ലേ ഇവിടെ ഇങ്ങനെ ഒട്ടിച്ച് ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ വെക്കണം. വെയിറ്റ് മാംഗോ ഫ്ലേവറാണ് ഇനി. ഞാൻ പാട്ട് വെക്കട്ടെ. വേണ്ട കേട്ടോ, പാട്ട് വെച്ചാൽ ശല്യമാവും. സോ ഗൈസ്, ഈ സാധനം ഇങ്ങനെ പാമ്പ് പോലെ ആക്കണം. സോ ഗൈസ്, നമ്മളിങ്ങനെ പാമ്പ് പോലെ ആക്കണം. കുറച്ച് നേരം എടുക്കുള്ളൂ. ഇങ്ങനെ പാമ്പ് പോലെ എടുക്കാൻ ഭയങ്കര സിമ്പിളാണ്. സോ ഗൈസ്, ഒന്ന് വെച്ചേ. സോ ഗൈസ്, അടുത്തൊന്ന് താഴെ പോയതായിരുന്നു. പിന്നെ ഗൈസ്, ഇതാണ് നമ്മുടെ മറ്റേ സാധനം, റൂബിക്സ് ക്യൂബ്. പിന്നെ വേറെ റിമോട്ട്. സോ ഗൈസ്, എൻ്റെ നിൻറ്റെൻഡോ ആണിത്. നിൻറ്റെൻഡോ ഗെയിമിൻ്റെ സപ്പ്. പിന്നെ ഇതും കൂടെ ഇങ്ങനെ പരന്നതാക്കണം. ഫ്രാങ്കൻസ്റ്റൈൻ്റെ സ്റ്റിച്ചാണ് ഉണ്ടാക്കുന്നത്. ഫ്രാങ്കൻസ്റ്റൈൻ ആരാന്ന് അറിയോ? അതൊരു മറ്റേ പ്രേതമില്ലേ, നമ്മുടെ ഹോട്ടൽ ട്രാൻസിൽവാനിയ എന്ന് പറഞ്ഞ സിനിമയിൽ ഒരു പ്രേതം. ആ പ്രേതം ശരിക്കും ഒരു പ്രേതമുണ്ട്, അതാണ് ഫ്രാങ്കൻസ്റ്റൈൻ. സോ ഗൈസ്, നമ്മളിതിങ്ങനെ ഇങ്ങനെ ചെയ്തു പോകണം. പിന്നെ അടിപകടമുണ്ടെങ്കിൽ സോ ഗൈസ്, ഇങ്ങനെ നമുക്ക് കിട്ടിയിരിക്കുന്നതാണ്. നമുക്ക് രണ്ട് ക്ലേകളും ഇങ്ങനെ ആക്കണം. പിന്നെ ഈ സാധനം ഇതിലിങ്ങനെ സോ ഗൈസ്, രണ്ട് സാധനങ്ങൾ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം. സോ ഗൈസ്, നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. സോ ഗൈസ്, ഇങ്ങനെയാണ് നിങ്ങൾക്ക് കാണുന്നത്. നമ്മളിവിടെ ഇങ്ങനെ ഒട്ടിച്ചു വെക്കും, കാരണം കാണാൻ പറ്റും. ഇതാണ് സാധനം. നമ്മുടെ രണ്ട് ക്ലേ ഇവിടെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നതാണ്. ആദ്യം ഈ ക്ലേ എടുക്കണ്ടേ. ഈ ക്ലേ എടുത്തിട്ട് ഇതിൻ്റെ ഒരു പീസ് കഷ്ണം, ഈ ക്ലേൻ്റെ കഷ്ണമാണ് നമ്മൾ എടുത്തേക്കുന്നത്. അതെടുത്ത് ആദ്യം നമുക്ക് ഇവിടെ വെക്കണം. സോ ഗൈസ്, ഇവിടെ വെച്ചാൽ പിന്നെ അടുത്ത ക്ലേൻ്റെ കഷ്ണം എടുത്ത് നമുക്ക് ഇവിടെ വെക്കാം. ഇവിടെ വെക്കാം. പിന്നെ ഈ കഷ്ണം എടുത്തിട്ട് നമുക്ക് എവിടെ വെക്കണം? ഇവിടെ വെക്കാം. സോ ഗൈസ്, ഇവിടെ ഗൈസ് ഒന്ന് വീണ് പോയി, കുഴപ്പമില്ല, അത് നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ അവിടെ ഇങ്ങനെ ഒട്ടിച്ച് വെക്കാം. സോ ഗൈസ്, നോക്കാം, അടിപൊളിയായിരിക്കും. സോ ഗൈസ്, നമ്മളിത് ഇങ്ങനെ ഒട്ടിച്ചേ കൊടുക്കണം. നമ്മളൊരു 3ആയി ഇതിങ്ങനെ കട്ട് ചെയ്ത് നമ്മളിങ്ങനെ കട്ടല്ല, ഇങ്ങനെ ക്യാമറയിൽ നിൽക്കണ കട്ടല്ല, ഇങ്ങനെ പീസാക്കിയിട്ട് നമ്മൾ ഇതിൽ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം. അതാണ്. സോ ഒട്ടിച്ചു കൊടുത്തിട്ട് നമ്മൾ നേരെ മാറ്റുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് നോക്കിക്കോ. അടിപൊളിയായിരിക്കും. സോ ഗൈസ്, നീ പോരാട്ടോ. സോ ഗൈസ്, നമുക്ക് ഇങ്ങനെ ഒട്ടിച്ച് പോകണം. പിന്നെ മറ്റേ പീസ് എവിടെ ഞാൻ തപ്പുന്നതാണ്. ഗൈസ്, അത് ഇവിടെയൊക്കെ ഉണ്ടായി. ആ ഉണ്ടാക്കിയിരുന്ന് ഞാൻ പോയിട്ട് വരാം. സാധനം ഇവിടെ തന്നെ ഇരിക്കുന്നത്. ഇതിൽ കുറച്ചിങ്ങനെ അടുപ്പിച്ചിരിക്കുന്നുണ്ട്. അതും കൂടെ എടുത്ത് നമുക്ക് ഇവിടെ വെക്കണം. പിന്നെ ഈ സാധനം അതിൻ്റെ പിന്നെ ഒരു പീസ് എടുത്തിട്ട് ഇതിലിങ്ങനെ വെക്കണം. പിന്നെ ഇതിങ്ങനെ നമ്മൾ ലാസ്റ്റ് ഇങ്ങനെ പീസാക്കിയിട്ട് ഇവിടം വരെ ആയിട്ടോ. നമ്മൾ ഭ്രാന്തൻസ്റ്റൈൻ അല്ല, ഫ്രാങ്കൻസ്റ്റൈൻ്റെ സ്റ്റിച്ചാണ് ഉണ്ടാക്കുന്നത്. ഞാൻ ഇടയ്ക്ക് ഭ്രാന്തൻസ്റ്റൈനെ വിളിക്കാറുള്ളൂ. അപ്പോൾ ഗൈസ്, ഇവിടെ ഒരു സാധനം പോലെ ഉണ്ടല്ലോ, അതെടുത്ത് നമുക്കിങ്ങനെ കട്ട് ചെയ്യണം. തെറ്റിപ്പോയി. ഈ
തിരിച്ചൊന്ന് കട്ടാക്കിയെടുത്ത് നമുക്ക് ഇതിങ്ങനെ വെച്ച് കൊടുക്കണം. സാധനം സെറ്റായി തോന്നുന്നു. നമ്മുടെ ഫ്രാങ്കൻസ്റ്റൈൻ്റെ സ്റ്റിച്ച് നമ്മൾ ഊരാൻ പോകുന്നതാണ്. പടപടാന്നും പറഞ്ഞിങ്ങനെ ഊരിക്കൊണ്ടിരിക്കും. സോ ഗൈസ് അതിൻ്റെ ഒരു സാധനം ഇങ്ങനെ വിട്ടോ, ഏത് കുഴപ്പമില്ല. ഇനി നമുക്ക് ഇവിടെ ഈ നെറ്റിലോട്ട് ചേർത്ത് നോക്കാം. സോ ഗൈസ് ഇത്രയേ ഉള്ളൂ നമ്മുടെ ഫ്രാങ്കൻസ്റ്റൈൻ പ്രേതത്തിൻ്റെ സ്റ്റിച്ച് ഉണ്ടാക്കണം ഇങ്ങനെയാണ്. പിന്നെ വേറെ ഒരു സാധനം കഴുത്തിനും കൂടെ ഇടും. കഴുത്ത് ഒരാളുടെ ഇല്ലല്ലോ, അത് കാരണം കഴുത്ത് വെട്ടിയിട്ട് പുതിയ ഒരാളുടെ ഇടും. സോ ഗൈസ് ലാസ്റ്റത്തെ മിഠായാണിത്. ഗുഡ്. പ്ലീസ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.